ഇന്ന് നമ്മൾ കുക്ക് ചെയ്യാൻ പോകുന്നത് സിമ്പിളായി ഉണ്ടാക്കാവുന്ന ഒരു മുട്ട റോസ്റ്റ് കറിയാണ്. ഇതിനധികം ഇൻഗ്രീഡിയൻസ് വേണ്ട എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അതുതന്നെയല്ല, നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്ന ടേസ്റ്റി ഫുഡാണ്. ഇതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പുഴുങ്ങിയ മുട്ട 3 എണ്ണം, സവാള ചെറുതായി നീളത്തിലരിഞ്ഞത് 3 എണ്ണം, മുളക് പൊടി 1.5 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ, ഗരം മസാല 1/2 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, ഇഞ്ചി ചെറുതായി അരിഞ്ഞത് ഒരു ചെറിയ കഷ്ണം, വെളുത്തുള്ളി അരിഞ്ഞത് 2 അല്ലി, ആവശ്യത്തിന് കറിവേപ്പില, കടുക് 1/2 ടീസ്പൂൺ, വെളിച്ചെണ്ണ ആവശ്യത്തിന്. ഇനി എന്നാൽ നേരെ കുക്കിംഗ് വീഡിയോയിലേക്ക് പോവാം. ചീനച്ചട്ടി നമുക്ക് ചൂടാക്കാൻ വേണ്ടി അടുപ്പിൽ വെക്കാം. അതൊന്ന് ചൂടായ ശേഷം, നല്ല രീതിയിൽ ചൂടായ ശേഷം നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി എണ്ണ അങ്ങോട്ട് നല്ല പരുവത്തിൽ ചൂടാവട്ടെ. എണ്ണ നല്ല രീതിയിൽ ചൂടായിട്ടുണ്ട്. ഈ ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ഏകദേശം 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. എണ്ണയിൽ നല്ല രീതിയിൽ കടുക് പൊട്ടി വരുന്നതായിട്ട് കാണാം. പിന്നെ കുട്ടികളൊക്കെ അടുത്ത് നിൽപ്പുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. അവരുടെ കണ്ണിലൊന്നും കടുക് തെറിച്ച് വീഴാതിരിക്കാൻ ശ്രദ്ധിക്കണം. എന്തിനും ഒരു കരുതലും ശ്രദ്ധയും നല്ലതാണ്. കടുകെല്ലാം പൊട്ടി തീർന്നതിന് ശേഷം നമുക്കതിലേക്ക് കരിവേപ്പില ഇട്ട് കൊടുക്കാം. കരിവേപ്പിലയൊക്കെ നല്ല രീതിയിൽ വാഷ് ചെയ്ത് വേണം കുക്ക് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കാൻ. ഇനി ഇതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ച നമ്മുടെ സബോള ഇട്ട് കൊടുക്കാം. ശരിക്കും മുട്ട റോസ്റ്റിൻ്റെ പ്രധാന ചേരുവകളിലൊന്ന് സബോളയാണ്. സബോളയെ നല്ല രീതിയിൽ ഇളക്കി കൊടുക്കാം. ഇത് നല്ല രീതിയിൽ വഴന്നു വരണം. ഈ സബോളയുടെ കളർ മാറി ചെറുതായൊരു ബ്രൗണിഷ് കളറിലേക്ക് വരണം. നമുക്കതിലേക്ക് മാറ്റി വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും ആഡ് ചെയ്യാം. ഇത് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കാം. നമുക്ക് സബോള നല്ല രീതിയിൽ വഴന്നു വരണം. നല്ല രീതിയിൽ വഴന്നാൽ മാത്രമേ ഈ കറിക്കൊരു നല്ലൊരു ടേസ്റ്റ് ലഭിക്കുന്നുള്ളൂ. പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി ഒരു ട്രിക്കാണ് ഉപ്പിട്ട് കൊടുക്കുക. അതിലേക്ക് ഉപ്പിട്ട് കൊടുത്താൽ അത് പെട്ടെന്ന് വഴന്നു വരും. ഉപ്പിട്ടിട്ടൊന്ന് നിങ്ങളൊന്ന് ഇളക്കി നോക്കിയാൽ അത് പെട്ടെന്ന് വഴന്നു വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. സവോളയുടെ കളറൊക്കെ ചെറുതായിട്ടൊന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. സബോളയൊന്ന് വേകാൻ വേണ്ടി നമുക്കൊന്ന് മൂടി വെക്കാം. അധികമൊന്നും വേണ്ട, 2-3 മിനിറ്റ് ഒക്കെ മതി. പിന്നെ അടിക്ക് പിടിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ സമയം മുട്ട നമ്മൾ ചെറുതായി ഒന്ന് വരഞ്ഞു വെക്കാം. പിന്നീട് മസാലയൊക്കെ ഇതിൻ്റെ ഉള്ളിലേക്ക് പിടിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ വരഞ്ഞു വെക്കുന്നത്. കറിയിലേക്ക് മുട്ട 2ആയി മുറിച്ചിട്ടാലും കുഴപ്പമില്ല. സബോള ഒരു ചെറിയ ബ്രൗണിഷ് കളറായിട്ടുണ്ട്. ഈ സമയം നമുക്ക് മാറ്റി വെച്ച നമ്മുടെ മസാല കൂട്ടുകൾ, നമ്മൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല തുടങ്ങിയവയെല്ലാം നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അത് നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കാം. മസാലപ്പൊടികളുടെ ആ പച്ചപ്പ് മാറുന്നോടം വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. 1 മിനിറ്റ് അല്ലെങ്കിൽ 1.5 മിനിറ്റ് കൊണ്ട് തന്നെ അതിൻ്റെ പച്ചപ്പെല്ലാം മാറിയാൽ നല്ല രീതിയിൽ സബോള പിടിക്കുന്നതാണ്. മസാലക്കൂട്ടുകളൊക്കെ പിടിച്ച ആ സബോളയുടെ കളർ ഏകദേശം ഒരു ചുമന്ന നല്ല റെഡിഷ് കളറായി മാറും. മുട്ട റോസ്റ്റ് സൈഡ് ഡിഷായിട്ട് ഏതിൻ്റെ കൂടെയും ചേരുമെന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ഇടിയപ്പത്തിൻ്റെ കൂടെയാണെങ്കിലും ചപ്പാത്തിയുടെ കൂടെയാണെങ്കിലും ചോറിൻ്റെ കൂടെയാണെങ്കിലും അത് ചേരും. ഇതിൽ മുട്ട അടങ്ങിയിട്ടുള്ളതുകൊണ്ട് അത് നല്ലൊരു പ്രോട്ടീൻ ഫുഡും കൂടെയാണ്. ഇപ്പോൾ നമുക്ക് കാണാം ആ സവോളയുടെ ആ കളർ എന്ന് പറയുന്നത് റെഡിൽ നിന്ന് മാറിയൊരു നല്ലൊരു ബ്രൗൺ കളറിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ സമയം നമുക്ക് മാറ്റി വെച്ചിരുന്ന പുഴുങ്ങിയ മുട്ട ഇതിലേക്ക് ആഡ് ചെയ്യാം. മുട്ടയും ഒന്ന് ഇളക്കി കൊടുക്കാം, കാരണം അതിലേക്ക് ആ മസാലക്കൂട്ടൊക്കെ ഒന്ന് പിടിക്കാനായിട്ട്. നല്ല രീതിയിൽ ഇളക്കിയ ശേഷം അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. വെള്ളം ഒഴിച്ചിട്ട് പിന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. വീട്ടിൽ ഗസ്റ്റൊക്കെ പെട്ടെന്ന് കയറി വരുമ്പോൾ അവർക്കായിട്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു ഡിഷാണിത്.
അതുപോലെ തുടക്കക്കാരായി അടുക്കളയിൽ കയറുന്ന ആർക്കും പരീക്ഷിക്കാവുന്ന ഒരു കറിയാണ് മുട്ട റോസ്റ്റ്. ഇനി ആവശ്യത്തിന് വെള്ളം, ഏകദേശം 1 കപ്പോളം വെള്ളം നമുക്ക് അതിലേക്ക് ഒഴിക്കാം. കറിക്കൊരു പുളിരസം കിട്ടാൻ വേണ്ടി ഇതിലേക്ക് തക്കാളി ആഡ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. നമ്മളിവിടെ തക്കാളിയല്ല ആഡ് ചെയ്യുന്നത്, ഏകദേശം 1 ടീസ്പൂൺ വിനാഗിരിയാണ് ആഡ് ചെയ്യുന്നത്. കറിയിലേക്ക് വിനാഗിരി ആഡ് ചെയ്താലോ അല്ലെങ്കിൽ തക്കാളി ആഡ് ചെയ്താലോ നമുക്ക് ലഭിക്കുന്ന റിസൾട്ട് സെയിം തന്നെയാണ്, ഒരു പുളിപ്പ് രസം കിട്ടുക, അത്രയേ ഉള്ളൂ. നമുക്കിനി വെള്ളം വറ്റുന്നോടം വരെ ചീനച്ചട്ടി ഒന്ന് മൂടി വെക്കാം. കറി ഏകദേശമായിട്ടുണ്ട്. ഇവിടെ നല്ല കറിയുടെ നല്ല സ്മെല്ല് വരുന്നുണ്ട്. വെള്ളമൊക്കെ നല്ല രീതിയിൽ വറ്റി കറി ഏതാണ്ട് പരുവായിട്ടുണ്ട്. മുട്ടയിലൊക്കെ ആ മസാലയൊക്കെ നല്ല രീതിയിൽ പിടിച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റി ഫുഡെന്ന പരിഗണന മാത്രമല്ല ഇതിനുള്ളത്, മുട്ടയിലൊക്കെ നല്ല രീതിയിൽ പ്രോട്ടീൻ പോലുള്ള പോഷകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ്. നമുക്കിത് നല്ലൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. ഇത് സിമ്പിളായിട്ട് കുക്ക് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് രാവിലത്തെ ഇടിയപ്പത്തിൻ്റെ കൂടെയാണെങ്കിലും ഉച്ചയ്ക്കത്തെ ചോറിൻ്റെ കൂടെയാണെങ്കിലും വൈകുന്നേരത്തെ ചപ്പാത്തിയുടെ കൂടെയാണെങ്കിലും സംഭവം പൊളിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തുടക്കക്കാർക്ക് കൈവെക്കാൻ പറ്റിയ ബെസ്റ്റ് ഫുഡാണിത്. അതോടൊപ്പം അടുക്കളത്തോട്ടം എന്ന് പറയുന്ന ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മുകളിലെ ബെല്ലൈക്കൺ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്താൽ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളിൽ പെട്ടെന്ന് എത്തുന്നതായിരിക്കും. നിങ്ങളെല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് നൽകുക. എന്തെങ്കിലും സംശയങ്ങളോ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് രേഖപ്പെടുത്തുക. ഇനി മറ്റൊരു വീഡിയോയുമായി പിന്നെ കാണാം.